കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നൊരുക്കങ്ങൾ കോഴിക്കോട്ട് ആരംഭിച്ചു. മാനാഞ്ചിറ അശോക ഹോസ്പിറ്റലിന് മുൻവശം പ്രവർത്തനം തുടങ്ങിയ സംഘാടക സമിതി ഓഫീസ് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അയ്യായിരത്തിലധികം വരുന്ന കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ COA-യുടെ 14ാമത് സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് ആദ്യവാരം കോഴിക്കോട്ട് നടക്കുന്നത്. ഇതിന്റെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾക്കാണ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനത്തോടെ തുടക്കം കുറിച്ചത്. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം വലിയ വെല്ലുവിളിയാണെന്നും മലയാളത്തിന്റെ ജനകീയ ചാനൽ കേരള വിഷനാണെന്നും കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പറഞ്ഞു. ഇന്ന് ഈ കോർപ്പറേറ്റ് വൽക്കരണം ചാനൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാർത്തകളിലും അവതരണങ്ങളിലുമൊക്കെ അത്തരം താല്പര്യങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ പ്രാദേശികമായ വാർത്തകളും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളും എത്തിക്കാൻ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു പ്രാദേശിക ശൃംഖലകൾ നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്ന് പ്രിന്റ് മീഡിയയുടെ പ്രാധാന്യം ഒരർത്ഥത്തിൽ കുറഞ്ഞു വരുന്നു. അവിടെ പ്രാദേശിക ചാനലുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു തരത്തിൽ നമ്മുടെ നാട്ടിന് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ സംവിധാനങ്ങളെ കാലോചിതമായി നവീകരിക്കുന്നതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കുത്തക കമ്പനികൾക്കെതിരെ ശക്തമായി സംഘടിച്ചു നിൽക്കുന്ന കൂട്ടായ്മയാണ് COA എന്ന് മുഖ്യാതിഥിയായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. സ്വാഗത സംഘം ജനറൽ കൺവീനർ M മൻസൂർ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരായ CP സുലൈമാൻ, K മൊയ്തീൻ കോയ, കേരള ഇൻഫോ മീഡിയ CEO NE ഹരികുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC നിസാർ ബാബു, PP അഫ്സൽ, അർബൻ ബാങ്ക് ഡയറക്ടർ KT സജിത, സ്വാഗത സംഘം കൺവീനർ O ഉണ്ണികൃഷ്ണൻ, COA ജില്ലാ പ്രസിഡന്റ് KP സത്യനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പെരുമൺപുറയിലെ വൈദിക താന്ത്രിക പഠന കേന്ദ്രമായ വൈദിക